ഹരി ഓം ഹരി ഓം ഹരി ഓം. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാരായണ. ഹരി ഓം ഹരി ഓം. നമസ്കാരം നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം. എല്ലാവർക്കും ചതയദിന ആശംസകൾ, നാരായണ ഗുരു ജയന്തി ആശംസകൾ. ഹരി ഓം ഹരി ഓം. ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാ താപസം പച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും ചതയദിനത്തിൽ നാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹത്തിനായിക്കൊണ്ടുള്ള ആശംസകളോടെ
നാരായണ ഗുരുദേവ ജയന്തി ആശംസകൾ. നാരായണ. നാരായണ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദിശങ്കര ഭഗവത്പാദരുടെ പിന്തുടർച്ചയാണ് നാരായണ ഗുരുദേവൻ. ആദിശങ്കര ഭഗവത്പാദർ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എന്തൊക്കെ ആവശ്യമായിരുന്നുവോ അതൊക്കെ ചെയ്ത് സനാതനധർമ്മത്തെ നല്ലൊരു അടിത്തറയുള്ള അദ്വൈത സിദ്ധാന്തത്തിൽ ഉറപ്പിച്ച് അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ എല്ലാം തത്വം ലോകത്തിന് വേണ്ട രീതിയിൽ പ്രകാശിപ്പിച്ച് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ വേണ്ട രീതിയിൽ സ്ഥാപിച്ച് ക്ഷേത്രങ്ങളെയൊക്കെ പുനർനിർമ്മിച്ച് അതിൻ്റെ പൂജാവിധികളും കാര്യങ്ങളും എല്ലാം നിർണയിച്ചു കൊടുത്ത് സനാതനധർമ്മത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്ന കലഹങ്ങളെല്ലാം മതകലഹങ്ങളെല്ലാം സമന്വയിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പലതരത്തിലുള്ളതായിട്ടുള്ള അനാചാരങ്ങളെയും അദ്ദേഹം ദൂരീകരിച്ചു. ആ സമത്വം എന്നുള്ളതായിട്ടുള്ള ദർശനത്തെ കൂടുതൽ അദ്ദേഹം ലോകത്തിന് പ്രകാശിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അവതാര ദൗത്യം പൂർത്തിയാക്കി കടന്നുപോയി. അതിന് നൂറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും പ്രത്യേകിച്ച് കേരളത്തിലെ ആ സനാതനധർമ്മത്തിൽ പല പുഴുക്കുത്തുകളും അഴുക്കുകളും വന്നു ചേർന്നപ്പോൾ ആ അഴുക്കുകളെല്ലാം ശുദ്ധീകരിക്കുവാനും ആ പുഴുക്കുത്തുകളെല്ലാം നേരെയാക്കുവാനുമായിട്ട് ഭഗവാൻ തന്നെ സാക്ഷാൽ നാരായണനായി നാരായണ ഗുരുദേവനായി അവതരിച്ചു. ആ കാലത്ത് നാരായണ ഗുരുദേവൻ്റെ അവതാരകാലത്ത് എന്തൊക്കെയായിരുന്നു സാമൂഹ്യ പ്രശ്നങ്ങൾ, അതിനൊക്കെയുള്ള പരിഹാരം അദ്ദേഹം നല്ല രീതിയിൽ നിർദ്ദേശിക്കുകയും പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആചാര്യ ഭഗവത്പാദർ ചെയ്തിരുന്ന പ്രവൃത്തിയെ അതേ രീതിയിൽ തന്നെ പിന്തുടരുകയും ചെയ്തു. അദ്ദേഹം പലതവണ തൻ്റെ ശിഷ്യഗണങ്ങളോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു എന്ന്. തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു എന്നുള്ളത് പലതവണ പല ശിഷ്യന്മാരോടും ഗുരുദേവൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം തന്നെയാണ് നാരായണ ഗുരുദേവൻ്റെയും സിദ്ധാന്തം. അത് ശങ്കരാചാര്യരുടെ സിദ്ധാന്തമല്ല, അത് വേദങ്ങളുടെ സിദ്ധാന്തമാണ്, ഉപനിഷത്തുക്കളുടെ സിദ്ധാന്തമാണ്, ഭഗവത്ഗീതയുടെ സിദ്ധാന്തമാണ്, സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള സിദ്ധാന്തമാണ് അദ്വൈതം എന്നുള്ളത്. അത് തന്നെയാണ് അദ്ദേഹം നാരായണധർമ്മം എന്ന പേരിലും ആധുനിക കാലത്ത് അറിവില്ലാതെ മൂഢന്മാരായി അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന സമൂഹത്തെ ഉദ്ധരിക്കുവാനായിക്കൊണ്ട് ഉപദേശിച്ചത്. അപ്പം അങ്ങനെ ശങ്കരൻ്റെ പാത പിന്തുടർന്ന നാരായണൻ കേരളത്തിൻ്റെ രണ്ടാമത്തെ പുത്രൻ തന്നെയാണ്. ശങ്കര നാരായണന്മാർ. ഇനി അവർ രണ്ടാണോ എന്ന് ചോദിച്ചാൽ രണ്ട് കാലങ്ങളിൽ രണ്ട് ശരീരങ്ങൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അവർ തത്വത്തിൽ ഒരേ വസ്തു തന്നെയാണ്, ഒരേ ബ്രഹ്മതത്വം തന്നെയാണ്, ഒരേ ഈശ്വര അവതാരം തന്നെയാണ്. അവർ നമ്മളോടും അത് തന്നെയാണ് പറയുന്നത്, നിങ്ങളുമൊക്കെ ഞങ്ങൾ തന്നെയാണ്, നീ ഞാൻ തന്നെ, ഞാൻ നീ തന്നെ
എന്നുള്ള തത്വമസി മഹാവാക്യത്തെ നമുക്കെല്ലാം ഉപദേശിച്ചു തരുന്ന ആ മഹാഗുരുവിൻ്റെ ജയന്തി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ വർഷം നമുക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. കഴിഞ്ഞ ആഴ്ച 16-ാം തീയതി ആ ഗുരുദേവൻ്റെ സമാധി സ്ഥലത്ത് പോകാനുള്ള ഭാഗ്യവും ലഭിച്ചു. മുമ്പും പോയിട്ടുണ്ട്. ഇപ്പം അടുത്ത് നാരായണ ഗുരുദേവൻ്റെ സമാധി സ്ഥലത്ത് ചെന്ന് നമസ്കരിക്കാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളുടേതായിട്ടുള്ള ആ സമാധി പൂജയിൽ പങ്കെടുക്കുവാനും യതിപൂജയിൽ പങ്കെടുക്കുവാനും ഒക്കെ ഉള്ളതായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. അതെല്ലാം ആ ഗുരു പരമ്പരയുടെ അനുഗ്രഹം തന്നെയാണെന്ന് നല്ല ബോധ്യമുണ്ട്. അപ്പം നമുക്ക് ശങ്കരകൃതികൾ കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നാരായണ കൃതികളും ഇതുപോലെ പഠിക്കാം. അവിടുന്ന് ഞങ്ങൾക്ക് യതിപൂജയിൽ പ്രസാദത്തിൻ്റെ കൂട്ടത്തിൽ അഥവാ ഞങ്ങൾക്ക് കിട്ടുന്ന കിറ്റിൻ്റെ ഉള്ളിൽ സമ്പൂർണ്ണ കൃതികളും ഉണ്ടായിരുന്നു. നാരായണ ഗുരുദേവൻ്റെ സമ്പൂർണ്ണ കൃതികളും നല്ലൊരു പുസ്തകമായിട്ട് ലഭിച്ചു. ഞാൻ ഇങ്ങോട്ട് എടുക്കാൻ വിട്ടുപോയി. അവിടെ എൻ്റെ മറ്റേ റൂമിലായിരിക്കണം. അതൊരു പ്രസാദമായിട്ട് കിട്ടി. പുതിയതായിട്ട് അവർ പ്രിൻ്റ് ചെയ്തതാണ്. നല്ല ബൈൻഡും നല്ല പേജും കനം കുറഞ്ഞ പേജിൽ വളരെ നല്ല രീതിയിൽ തെറ്റില്ലാതെ പ്രിൻ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. സമ്പൂർണ്ണ നാരായണ കൃതികൾ, നാരായണ ഗുരുദേവ കൃതികൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും ശങ്കരകൃതികൾ എന്നുള്ള ഒരു യജ്ഞത്തിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് പൂർത്തിയാക്കാം നമുക്ക് ആദ്യം. അത് കഴിയട്ടെ. ഈ ശങ്കരനാരായണന്മാരാണ് കേരളത്തിൻ്റെ മാതൃകയാവേണ്ടത്, കേരളത്തിൻ്റെ ഗുരുനാഥന്മാരാവേണ്ടത്. ഇവരെ രണ്ടുപേരെയും മുറുക്കെ പിടിച്ചിട്ട് വേണം നമ്മുടെ വരും തലമുറകൾ മുന്നോട്ട് നടക്കാൻ. ഇവർ കാണിച്ചു തന്ന വഴിയിലൂടെ വേണം നമ്മുടെ വരും തലമുറകൾ മുന്നോട്ട് നടക്കാൻ. ആ സ്മരണ പുതുക്കിക്കൊണ്ട് ആ ഗുരുദേവൻ്റെ അതിമനോഹരമായിട്ടുള്ള ദൈവദശകം എന്ന ആ ഒരു സ്തോത്രത്തെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഭവാന്യ അഷ്ടകത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഓം ദൈവദശകം ചൊല്ലാം. No, it's not in Sanskrit, it's in Malayalam alphabets. മലയാള ലിപി. ഓം ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്കോറാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ
സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ. മായയും മായാവിയും മായാവിനോദനും നീയല്ലോ. മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവർണ്ണ നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനേ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻമഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആഴമേറും നിൻമഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. നാരായണ ഗുരുദേവകൃതം ദൈവദശകം സമ്പൂർണം. നാരായണ. എല്ലാവർക്കും ആ ഗുരുദേവൻ്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ. നമുക്ക് ആദിശങ്കര സ്തോത്ര തരംഗിണി ഇന്ന് 508 ദിവസമോ തോന്നുന്നു, അതോ 7, 507 അതിലേക്ക് പ്രവേശിക്കാം. ഭവാന്യഷ്ടകം അതൊന്ന് 8 ദിവസമായി. അതെ, ഭവാന്യഷ്ടകം 8 ദിവസം, 507 ദിവസമായിരിക്കും. ഓം ആദിശങ്കര ഭഗവത്പാദകൃതം ഭവാന്യഷ്ടകം. ന താതോ ന മാതാ ന ബന്ധുർ ന ദാതാ ന പുത്രോ ന പുത്രീ ന ഭൃത്യോ ന ഭർത്താ ന ജായാ ന വിദ്യാ ന വൃത്തിർമമൈവ ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. ബവാപ്തൗ അപാരേ മഹാദുഃഖഭീരുഃ പപാത പ്രകാമീ പ്രലോഭീ പ്രമത്തഃ കുസംസാരപാശപ്രബദ്ധസ്വദാഹം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. ന ജാനാമി ദാനം ന ച ധ്യാനയോഗം ന ജാനാമി തന്ത്രം ന ച സ്തോത്രമാത്രം ന ജാനാമി പൂജാം ന ച ന്യാസയോഗം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. ന ജാനാമി പുണ്യം ന ജാനാമി തീർത്ഥം ന ജാനാമി മുക്തിം ലയം വാ കദാചിത് ന ജാനാമി ഭക്തിം വ്രതം വാപി മാതഃ ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി.
കുകർമ്മി കുസംഗീ കുബുദ്ധി കുദാസഃ കുലാചാരഹീന കുദാചാരലീനഃ കുദൃഷ്ടി കുവാക്യപ്രബന്ധഃ സദാഹം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. പ്രജേശം രമേശം മഹേശം സുരേശം ദിനേശം നിശീതേശ്വരം വാ കദാചിത് ന ജാനാമി ചാന്യത് സദാഹം ശരണ്യേ ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. വിവാദേ വിഷാദേ പ്രമാദേ പ്രവാസേ ജലേ ചാനലേ പർവതേ ശത്രുമധ്യേ അരണ്യേ ശരണ്യേ സദാ മാം പ്രപാഹി. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. അനാദോ ദരിദ്രോ ജരാരോഗയുക്തോ മഹാക്ഷീണദീന സദാ ജാഡ്യവക്ത്രഃ വിപത്തൗ പ്രവിഷ്ടഃ പ്രണഷ്ടഃ സദാഹം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. വിപത്തൗ പ്രവിഷ്ടഃ പ്രണഷ്ടഃ സദാഹം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. നാരായണ. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം ഭവാന്യഷ്ടകം സമ്പൂർണം. ഇന്നലെ നമ്മൾ 5-ാമത്തെ ശ്ലോകമാണ് കണ്ടത്. കുകർമ്മി കുസംഗീ കുബുദ്ധി കുദാസഃ കുലാചാരഹീനഃ കുദാചാരലീനഃ കുദൃഷ്ടി കുവാക്യപ്രബന്ധഃ സദാഹം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. അപ്പോൾ ഞാൻ എൻ്റെ ജന്മാന്തര വാസനകൾ കൊണ്ട് കുൽസിത കർമ്മങ്ങൾ ചെയ്യുന്നവനായിക്കൊണ്ടിരുന്നു. എൻ്റെ സംഘം കുൽസിത സംഘമായിരുന്നു. ദുഷ്ടജനങ്ങളുമായി സംഘം ചേർന്ന് എൻ്റെ ബുദ്ധി കെട്ടുപോയി. കുബുദ്ധിയായി ഞാൻ. അങ്ങനെ ഞാൻ കുൽസിതന്മാരുടെ ദാസനുമായി. ആരെ സേവിക്കാൻ പാടില്ലയോ അങ്ങനെയുള്ള ദുഷ്ടജനങ്ങളെ ഞാൻ സേവിക്കുന്ന സേവകനുമായി മാറി. അങ്ങനെ കുദാസനുമായി തീർന്നു. എൻ്റെ കുലത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഞാൻ വെടിഞ്ഞു. കുലാചാരഹീനഃ കുദാചാരലീനഃ. പിന്നെയോ എൻ്റെ ആചാരങ്ങൾ വെടിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ ഉള്ളത്? പിന്നെ ഞാൻ കുൽസിതങ്ങളായ ആചാരങ്ങളെയൊക്കെ അനുഷ്ഠിക്കാൻ തുടങ്ങി. അങ്ങനെ കുൽസിത ആചാരങ്ങളിൽ കുദാചാരങ്ങളിൽ ലയിച്ചവനായി, ലീനനായി, മുഴുകിയവനായി, അരുതാത്ത കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവനായി തീർന്നു. ചെളിക്കുണ്ടിൽ ആണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കുദൃഷ്ടി, എൻ്റെ കണ്ണും കേടുവന്നു. എനിക്കൊന്നും വേണ്ടതുപോലെ കാണാനുള്ള വിവേകമില്ലാതെയായി. എൻ്റെ വിവേകം നഷ്ടപ്പെട്ട് മൂഢനായി ഞാൻ എന്നർത്ഥം. വല്ലാത്തൊരു മൂഢാവസ്ഥയാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഒന്നും വകതിരിവില്ലാതെയായി. എന്താണ് വേണ്ടത്? എന്താണ് അറിയേണ്ടത്? എന്താണ് നേടേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ആരെയാണ് സേവിക്കേണ്ടത്? ഒന്നും അറിയാതെയായി. കുദൃഷ്ടി, എൻ്റെ ദർശനം, എൻ്റെ ബോധം, എൻ്റെ വിവേകം എല്ലാം നഷ്ടപ്പെട്ടു. കുദൃഷ്ടി കുവാക്യപ്രബന്ധഃ സദാ അഹം. കുൽസിതങ്ങളായ വാക്കുകൾ മാത്രമേ എൻ്റെ വായിൽ വരുന്നുള്ളൂ. ആളുകളെ ദുഷിക്കാനും വേദനിപ്പിക്കുവാനും മാത്രമേ, നുണ പറയാനും മാത്രമേ ഞാനിപ്പോൾ വായ തുറക്കാറുള്ളൂ. ശങ്കരാചാര്യരുടെ കാര്യമല്ല, എൻ്റെ കാര്യമല്ല, ലോകത്തിലുള്ള ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. നമ്മളും പണ്ട് ഈ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും.
ഈ ജന്മത്തിലല്ലെങ്കിൽ മുൻ ജന്മങ്ങളിൽ ഇതുപോലെയൊക്കെ ആയിരുന്നിരിക്കും. ഈശ്വര അനുഗ്രഹം കൊണ്ട് ഈ ജന്മത്തിൽ അത്ര അങ്ങോട്ട് മോശമൊന്നും ആയിട്ടില്ല. അത്ര മോശമായിരുന്നെങ്കിൽ ഇവിടെ ഒന്നും എത്തില്ലായിരുന്നു അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത്ര മോശമായിരുന്നില്ല. എന്തൊക്കെയോ ഉണ്ടായിരുന്നു, കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ പോയി, കുറേയൊക്കെ ഇനിയും ബാക്കിയുണ്ട്. അതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കണം എല്ലാം കളയാനായിക്കൊണ്ട്. കുവാക്യ പ്രബന്ധ കുവാക്യങ്ങളിൽ ഞാൻ പ്രകർഷേണ ബന്ധനസ്ഥനായിരിക്കുകയാണ്. അതെൻ്റെ ശീലമായിരിക്കണം. വായിൽ വേണ്ടാത്തത് വരിക എന്നുള്ളത്, മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ശീലമായിരിക്കുന്നു. അങ്ങനെ ഈ എല്ലാം കുൽസിതമായത് പ്രവർത്തിച്ച് എൻ്റെ ഗതി ഇപ്പോൾ കുഗതിയാണ്. എനിക്ക് ആകെ കൂടി അറിയാം അമ്മ മാത്രമാണ് ശരിക്കും ഗതി എന്ന്. യോഗ്യതയൊന്നുമില്ല എനിക്ക്, എങ്കിലും കാരുണ്യം കൊണ്ട് അമ്മ എന്നെ കരകയറ്റണം. ഈ ചെളിക്കുണ്ടിൽ നിന്ന്, എൻ്റെ ഈ അരുതാത്ത വാസനകളിൽ നിന്ന് എല്ലാം അമ്മ തന്നെ വേണം കാരുണ്യം കൊണ്ട് കരകയറ്റാൻ. എൻ്റെ യോഗ്യത കൊണ്ടല്ല. എനിക്ക് ക്ലെയിം ചെയ്യാൻ ഒന്നുമില്ല, ഒരു യോഗ്യതയുമില്ല. പക്ഷെ അമ്മ കരുണാമൂർത്തിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അമ്മയെ വിളിച്ച് കരയുകയാണ്. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി, ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. ഞാൻ വിളിച്ച് വിളിച്ച് കരയുകയാണ്. എനിക്ക് വേറൊന്നും അറിയില്ല. ചെയ്യുന്നതൊക്കെ അബദ്ധങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്നെ കരകയറ്റാൻ അമ്മ തന്നെ മനസ്സിരുത്തണം എന്നുള്ളൊരു ഭാവമാണ് 5-ാമത്തെ ശ്ലോകം. ഇനി 6-ാമത്തെ ശ്ലോകം അനന്യഭക്തിയെ സൂചിപ്പിക്കുകയാണ്. എനിക്ക് വേറെ ആരെയും അറിയില്ല, വേറൊരു ദേവതയെയും ഞാൻ ഉപാസിക്കുന്നില്ല. എനിക്ക് ആകെ അമ്മയെ മാത്രമേ അറിയുള്ളൂ, ഭവാനിയെ മാത്രമേ അറിയുള്ളൂ. വേറെ ആരെയും ഞാൻ വിളിക്കാറില്ല, അന്വേഷിക്കാറില്ല, എനിക്കറിയില്ല. അതുകൊണ്ട് അമ്മ മാത്രമാണ് എനിക്ക് ഗതി എന്ന് പറഞ്ഞുകൊണ്ട് അനന്യ ഭക്തിയെ, അനന്യ ശരണാഗതിയെ പ്രകടിപ്പിക്കുകയാണ്. പ്രജേശം രമേശം മഹേശം സുരേശം ദിനേശം നിശീദേശ്വരം വാ കദാചിത് ന ജാനാമി ചന്യത് സദാഹം ശരണ്യേ ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. പ്രജേശം രമേശം മഹേശം സുരേശം ദിനേശം നിശീദേശ്വരം വാ കദാചിത് ന ജാനാമി ചാന്യത് സദാഹം ശരണ്യേ ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി, ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. ഇപ്പം എന്താ പറയണേ? പ്രജേശം രമേശം മഹേശം സുരേശം ദിനേശം നിശീദേശ്വരം വാ കദാചിത് ന ജാനാമി ചാന്യത് സദാഹം ശരണ്യേ ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. അപ്പോൾ ഹേ ശരണ്യേ, അല്ലയോ ശരണം പ്രാപിക്കുവാൻ ഏറ്റവും യോഗ്യയായിരിക്കുന്നവളെ, ശരണം നൽകാൻ ശക്തിയുള്ളവളെ, ആർക്കും ശരണം കൊടുക്കാൻ, അഭയം കൊടുക്കുവാൻ ശക്തിയുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ശരണ്യ എന്ന് വിളിക്കുന്നു. അപ്പോൾ ശരണ്യേ എന്നത് ശരണ്യ എന്നുള്ള നാമത്തിൻ്റെ സംബോധന. അപ്പോൾ ഹേ ശരണ്യേ സദാ അഹം അന്യത് ന ജാനാമി, എല്ലായ്പ്പോഴും ഞാൻ വേറൊന്നും അറിയുന്നില്ല, വേറെ ആരെയും അറിയുന്നില്ല. ഐ ഡോണ്ട് നോ എനിബഡി എൽസ്. ഞാൻ മറ്റുള്ള ദേവതകൾക്കൊക്കെ ഞാൻ അപരിചിതനാണ്. അവരെ എനിക്കും അറിയില്ല, അവർക്ക് എന്നെ അറിയില്ല. എനിക്ക് ആകെ ഒരു അമ്മയേ ഉള്ളൂ ബന്ധുവായിട്ട്. അത് ശരണ്യയായ
ഭവാനിയായ അമ്മ തന്നെയാണ് ത്വമേകാ ഗതി എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ കഥാചിത് ന ജാനാമി, ഒരിക്കലും ഞാൻ ആരെയും അറിയുന്നില്ല. സദാ അഹം ശരണ്യയായ അമ്മയെ മാത്രം ശരണം പ്രാപിക്കുന്നു. അപ്പോൾ ആരെയൊക്കെയാണ് എടുത്തു പറഞ്ഞതവിടെ? പ്രജേശം, രമേശം, മഹേശം, സുരേശം, ദിനേശം, നിശീതേശ്വരം വാ കഥാചിത്. പ്രമുഖന്മാരായിട്ടുള്ള ഒരു 6 പേരെ പറഞ്ഞു. ആരൊക്കെയാണ്? പ്രജേശൻ. പ്രജേശൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രജകളെ സൃഷ്ടിക്കുന്ന പ്രജാപതി എന്നൊക്കെ അറിയപ്പെടുന്ന പിതാമഹനായ ബ്രഹ്മദേവൻ. അപ്പോൾ ബ്രഹ്മദേവനെയാണ് ഇവിടെ പ്രജേശ ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചത്. പ്രജകളുടെ ഈശൻ, പ്രജകളുടെ എല്ലാം നാഥൻ, പ്രജകളുടെ എല്ലാം ജനിപ്പിക്കുന്നവൻ പ്രജാപതി. മറ്റു പ്രജാപതിമാർക്കും പതിയാണ് അദ്ദേഹം. അത്രി, വസിഷ്ഠൻ, പുലഹൻ, പുലസ്ത്യൻ മുതലായിട്ടുള്ള പ്രജാപതിമാർ വേറെയുണ്ട്. മനു ഒരു പ്രജാപതിയാണ്, സ്വയംഭുവ മനു. അതുപോലെ കശ്യപൻ, കർദമൻ മുതലായി, ദക്ഷൻ മുതലായ പ്രജാപതിമാരുണ്ട്. ഇവർക്കൊക്കെ പതിയാണ് ആര്? ബ്രഹ്മദേവൻ. ഇവരുടെ എല്ലാം പിതാവായിട്ടുള്ള ബ്രഹ്മദേവൻ. അപ്പം അദ്ദേഹത്തെയാണ് ഇവിടെ പ്രജേശൻ എന്ന് പറഞ്ഞത്. അഹം പ്രജേശം ന ജാനാമി, എനിക്ക് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനെ ഒന്നും അറിയില്ല, എനിക്ക് യാതൊരു പരിചയവുമില്ല, എനിക്കിതുവരെ ഭജിച്ച ശീലവുമില്ല. അതുകൊണ്ട് ഞാൻ പ്രജേശനെ ആശ്രയിക്കാറില്ല. ഇനി രമേശം. രമേശം രമായാഹ ഈശം, ഈശഃ. രമയുടെ ഈശൻ ലക്ഷ്മീപതി വിഷ്ണു. വിഷ്ണുവിനെയും എനിക്കറിയില്ല, രമേശനെയും എനിക്കറിയില്ല. സ്ഥിതികർത്താവായ പരിപാലന കർത്താവായിട്ടുള്ള വിഷ്ണുവിനെയും എനിക്ക് വേണ്ടത്ര പരിചയമില്ല, അദ്ദേഹത്തെ ഞാൻ വിളിക്കാറില്ല. എനിക്ക് ആകെ അറിയുന്നത് അമ്മയെ മാത്രം. രമേശം ന ജാനാമി. മഹേശം, മഹാനായ ഈശൻ, ഈശന്മാരിൽ വെച്ച് മഹാൻ, മഹാദേവൻ, സംഹാരരുദ്രൻ. ഇപ്പം ത്രിമൂർത്തികളെ 3ആയി, 3ഉം പറഞ്ഞു. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശൻ, 3 പേരെയും എനിക്കറിയില്ല. സുരേശം ന ജാനാമി. സുരേശൻ ദേവാനാമീശഃ, സുരാണാമീശഃ, ദേവേന്ദ്രൻ, ശചീപതി. അപ്പോൾ ദേവേന്ദ്രനെയും എനിക്കറിയില്ല. ദേവേന്ദ്രനെ അറിയില്ല എന്ന് പറഞ്ഞതിലൂടെ പിന്നെ ദേവേന്ദ്രൻ്റെ കീഴിലുള്ള മറ്റ് ഉപദേവന്മാരെയൊക്കെ അറിയുമോ? വായു, അഗ്നി, വരുണൻ, യമൻ, കുബേരൻ, അങ്ങനെയുള്ള അശ്വിനി ദേവന്മാർ, മരുത്തുക്കൾ, അഷ്ടവസുക്കൾ ഒന്നും അറിയില്ല. ഇന്ദ്രനെ അറിയില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അനുജന്മാരെയൊക്കെ അറിയൂ. അതുകൊണ്ട് അവരെയും അറിയില്ല എന്നർത്ഥം. സുരേശം ന ജാനാമി എന്ന് പറയുന്നതിലൂടെ മറ്റ് ദേവന്മാരെയും ദിക്പാലകന്മാരെയും ഒക്കെ അതിൽ പെടുത്തുക. ദിനേശം ന ജാനാമി. ദിനേശൻ ആരാ? സൂര്യഭഗവാൻ. സൂര്യഭഗവാനെയും എനിക്ക് ഉപാസിക്കാനൊന്നും അറിയില്ല, യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ലോകത്തിലെല്ലാവർക്കും സൂര്യഭഗവാനുമായിട്ടുള്ള ബന്ധമുണ്ട്, അതുപോലെയുള്ളൊരു ബന്ധം എനിക്കുള്ളൂ. അല്ലാതെ ഞാൻ അദ്ദേഹത്തെ ഈശ്വരനായിട്ടൊന്നും വിചാരിച്ചിട്ടില്ല, ഭജിച്ച് ശീലമില്ല. സുരേശം ന ദിനേശം ന ജാനാമി. നിശീതേശ്വരം വ. നിശീതേശ്വരനെയും അറിയില്ല. നിശീതേശ്വരനാരാ? നിശീതിയുടെ ഈശ്വരൻ. നിശീതി രാത്രി. അപ്പൊ രാത്രിയുടെ ഈശ്വരനാരാ? ചന്ദ്രൻ. അപ്പൊ ചന്ദ്രഭഗവാനെയും എനിക്ക് അറിയില്ല. അപ്പൊ സൂര്യചന്ദ്രന്മാരെയോ ഇന്ദ്രാദി ദേവന്മാരെയോ മറ്റ് ത്രിമൂർത്തികളെയോ ഒന്നും കഥാചിത് ന ജാനാമി. അന്യത വേറെ ഒരാളെയും എനിക്ക് യാതൊരു പരിചയവുമില്ല, യാതൊരു താല്പര്യവുമില്ല, ഞാൻ ഭജിക്കാറില്ല. അവരൊന്നും അത്ര വലിയവരാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല അമ്മയുടെ മുമ്പിൽ. ശരണ്യയായ അമ്മയുള്ളപ്പോൾ, എല്ലാം തികഞ്ഞ, എല്ലാവർക്കും ശരണം കൊടുക്കാൻ ശക്തിയുള്ള സർവശക്തയായ അമ്മയുള്ളപ്പോൾ പിന്നെ ഞാനെന്തിന് മറ്റുള്ളവരെ ഭജിക്കണം? അതുകൊണ്ട് ഞാൻ ആരുടെയും പുറകെ ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് ശരണ്യയായ ത്വമേകാ
മമ ഗതി മമ ഗതി. ദേവി ഒരുവൾ മാത്രമാണ് എനിക്ക് ഗതി, എനിക്ക് ആശ്രയം, എനിക്ക് അഭയം. അമ്മ തന്നെ എന്നെ രക്ഷിക്കണം ഹേ ഭവാനി. അമ്മ തന്നെ എന്നെ രക്ഷിക്കണം. വേറെ ആർക്കും എന്നെ വിട്ടുകൊടുക്കണ്ട. കാരണം ആർക്കും എന്നിൽ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഞാൻ ആരെയും പരിചയമില്ലേ. പരിചയം ഉണ്ടായിട്ട് തന്നെ ആൾക്കാർക്ക് താല്പര്യമില്ല. നമ്മൾ അവരെ സേവിച്ചിട്ട് തന്നെ അവർക്ക് താല്പര്യമില്ല. പിന്നെ പരിചയവും സേവയും ഒന്നും ഇല്ലാതിരുന്നാൽ പിന്നെ പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് വേറെ ആരെങ്കിലും എന്നെ രക്ഷിച്ചോളും, മറ്റു നാഥന്മാരുണ്ട് എന്ന് എന്നെ കരുതി ഉപേക്ഷിക്കരുതേ, ഉപേക്ഷിക്കരുതേ. എനിക്ക് ആകെ ഒരു ഗതിയേ ഉള്ളൂ, ഒരു ശരണമേ ഉള്ളൂ. അത് അമ്മ മാത്രം, അമ്മ മാത്രം. ഇതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ പ്രാർത്ഥനയുടെ ഭാവം. അനന്യഭക്തി, അനന്യ ശരണാഗതി, അതാണ് ഇവിടെ കാണുന്നത്. പ്രജേശം രമേശം മഹേശം സുരേശം ദിനേശം നിശീതേശ്വരം വാ കദാചിത് ന ജാനാമി ചാന്യത് സദാഹം ശരണ്യേ ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഏകാഗ്രതയെ സൂചിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് ആറാമത്തെ ശ്ലോകത്തിൻ്റെ താല്പര്യം. നമുക്ക് ഉപാസന ചെയ്യുമ്പോൾ ഒരു ദേവതാഭാവത്തിൽ ഇഷ്ടദേവതയായിട്ട് ഏകാഗ്രത വേണം. ആ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ പറയുന്നത്. എനിക്ക് ഇന്നവരെയൊന്നും അറിയില്ല, എനിക്ക് അവരിലൊന്നും യാതൊരു ശ്രദ്ധയുമില്ല, താല്പര്യവുമില്ല, ഞാൻ അവരെ ആശ്രയിക്കുന്നില്ല, ദേവി ഒരാളെ മാത്രമേ എനിക്കറിയുള്ളൂ എന്ന് ആ ദേവി ഉപാസകന്മാരായിട്ടുള്ളവർ ദേവിയെ തന്നെ ശരണം പ്രാപിക്കുക. ബാക്കിയുള്ളവരൊക്കെ ദേവിയുടെ വിഭൂതികൾ മാത്രമാണ്, ദേവിയുടെ കിങ്കരന്മാരായി കരുതുക അവരെ. അപ്പം നമുക്ക് കേന്ദ്രത്തെ തന്നെ പിടിക്കാം. ദേവിയെ പിടിക്കുന്നതിലൂടെ നമ്മൾ കേന്ദ്രത്തിലേക്കാണ് പിടിക്കുന്നത്, അല്ലാതെ കേന്ദ്രത്തെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളെയല്ല. ദേവിയെ ആശ്രയിച്ച് കഴിയുന്ന എല്ലാവർക്കും ശരണ്യയായ ദേവിയെ ആശ്രയിച്ച് കഴിയുന്ന മറ്റുള്ള ഈശന്മാരെ ഒന്നും ഞാൻ ഭജിക്കുന്നില്ല. പ്രജേശനെയോ രമേശനെയോ മഹേശനെയോ സുരേശനെയോ ദിനേശനെയോ നിശീതേശ്വരനെയോ ഞാൻ ഭജിക്കുന്നില്ല, ഞാൻ അറിയുകയേ ഇല്ല. എനിക്ക് ആകെ അറിയുന്നത് അമ്മേ 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 എന്ന് വിളിച്ച് കരയാൻ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അമ്മ തന്നെ എനിക്ക് ശരണം നൽകി എന്നെ അനുഗ്രഹിക്കണം. ത്വമേകാ മേ ഗതിഹി, ത്വമേകാ മേ ഗതിഹി. ഇനി എല്ലായ്പ്പോഴും ഞാൻ ഏതവസ്ഥയിലാണെങ്കിലും എന്നെ രക്ഷിക്കൂ അമ്മേ എന്നുള്ള പ്രാർത്ഥനയാണ് ഏഴാമത്തെ ശ്ലോകം. വിവാദേ വിഷാദേ പ്രമാദേ പ്രവാസേ ജലേ ജാനലേ പർവതേ ശത്രുമധ്യേ അരണ്യേ ശരണ്യേ സദാ മാം പ്രപാഹി ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. വിവാദേ വിഷാദേ പ്രമാദേ പ്രവാസേ ജലേ ജാനലേ പർവതേ ശത്രുമധ്യേ അരണ്യേ ശരണ്യേ സദാ മാം പ്രപാഹി ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. അപ്പോൾ വിവിധ അവസ്ഥകളിൽ ഞാൻ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ, അഭയമില്ലാതിരിക്കുമ്പോൾ അമ്മ തന്നെ വന്ന് എന്നെ രക്ഷിക്കണം, അമ്മ തന്നെ വന്ന് എന്നെ രക്ഷിക്കണം. അമ്മ മാത്രമാണ് എനിക്ക് അഭയം, അമ്മ മാത്രമാണ് എനിക്ക് ഗതി, എൻ്റെ ശരണം എന്ന് വീണ്ടും ശരണ്യേ എന്ന് സംബോധന ചെയ്യുന്നു. ശരണ്യേ ഭവാനി സദാ മാം പ്രപാഹി. അല്ലയോ എല്ലാവർക്കും ശരണം കൊടുക്കുന്നവളെ, ശരണം പ്രാപിക്കാൻ യോഗ്യയായിരിക്കുന്നവളെ, ഏതാപത്തിൽ നിന്നും രക്ഷിക്കാൻ ശക്തിയുള്ളവളെ,
എന്തും നൽകി അനുഗ്രഹിക്കാൻ കഴിയുന്നവളെ, സർവശക്തയായിരിക്കുന്നവളെ, ശരണ്യേ ഭവാനി ത്വമേകാ മമ ഗതി, ത്വമേകാ മമ ഗതി, സദാ മാം പ്രപാഹി. എല്ലായ്പ്പോഴും എന്നെ രക്ഷിച്ചാലും, എല്ലായ്പ്പോഴും എന്നെ രക്ഷിച്ചാലും. അപ്പോൾ ആ സദാ എന്ന് പറഞ്ഞതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനാണ് മറ്റുള്ളതൊക്കെ. ഏതൊക്കെ സ്ഥലം പറഞ്ഞു? വിവാദേ വിഷാദേ പ്രമാദേ പ്രവാസേ ജലേ ചാനലേ പർവ്വതേ ശത്രുമധ്യേ അരണ്യേ. 9 സ്ഥാനങ്ങൾ പറഞ്ഞിട്ട് സദാ എല്ലായ്പ്പോഴും എല്ലായിടത്തും മാം പ്രപാഹി, മാം പ്രകർഷേണ പാഹി, എന്നെ നന്നായി രക്ഷിച്ചാലും എന്നെ പാലനം ചെയ്താലും എന്നാണ്. അപ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങളിൽ എനിക്ക് രക്ഷ വേണം? വിവാദേ. വിവാദേ, വിവാദം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുമായിട്ടുണ്ടാകുന്ന തർക്കങ്ങൾ, കലഹങ്ങൾ, അങ്ങനെയുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചെറിയ കലഹങ്ങൾ, ചെറിയ തർക്കങ്ങൾ പോലും വലിയ യുദ്ധങ്ങളായിട്ട് പരിണമിക്കാം, നമ്മുടെ ജീവഹാനിക്ക് കാരണമാകാം. അല്ലേ? നമ്മൾ ദിവസവും മാധ്യമങ്ങളിൽ, പേപ്പറുകളിലൊക്കെ കാണുന്നുണ്ട്. ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വിവാദമായി ശണ്ട കൂടിയ ആളുകൾ തമ്മിലടിച്ച് അബദ്ധത്തിൽ പണി കഴിയുന്ന കഥകൾ. കൂട്ടുകാരായിരിക്കാം, ചിലപ്പോൾ തമാശയ്ക്ക് തുടങ്ങിയ ഒരു തർക്കമായിരിക്കാം, അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലിൻ്റെ പേരിലുള്ള തർക്കമായിരിക്കാം. അതുതന്നെ വലിയ ആപത്തിലേക്ക് നയിക്കാം. അപ്പോൾ ചെറിയ വിവാദങ്ങൾ പോലും നമ്മളെ ആപത്തിലേക്ക് എത്തിക്കാം. അതുകൊണ്ട് കലഹങ്ങൾ, തർക്കങ്ങൾ, വിവാദങ്ങൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ കൂടെ നിന്ന് എന്നെ രക്ഷിക്കണം. ഇനി പണ്ഡിതന്മാരുടെ സദസ്സിൽ ഞാൻ വിവാദത്തിനായിക്കൊണ്ടൊക്കെ പോകുമ്പോൾ എനിക്ക് വിജയം നൽകി അനുഗ്രഹിക്കണം. മറ്റുള്ളവർ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഓരോ ശാസ്ത്രങ്ങളിൽ തർക്കം ചെയ്യുമ്പോൾ, ഞാൻ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ആ അമ്മ തന്നെ അത് വേണ്ട പോലെ കൂടെ നിന്ന് രക്ഷിച്ച് നൽകണം. അപ്പോൾ വിവാദ ശബ്ദത്തിന് പല അർത്ഥത്തിലെടുക്കാം. അങ്ങനെ വിവാദ സന്ദർഭങ്ങളിൽ എന്നെ രക്ഷിച്ചാലും മാം പ്രപാഹി. വിഷാദേ, ഞാൻ തളരുമ്പോൾ, എനിക്ക് ക്ഷീണമുണ്ടാകുമ്പോൾ, എനിക്ക് ദുഃഖമുണ്ടാകുമ്പോൾ, ഞാൻ പല സന്ദർഭങ്ങളിലും പരാജയപ്പെടുമ്പോൾ, ഞാൻ ഡിപ്രസ്ഡ് ആവുമ്പോൾ എന്നെ ആ ഡിപ്രഷനിൽ നിന്ന് രക്ഷിച്ച് കരകയറ്റി എന്നെ ഉത്സാഹഭരിതനാക്കണം, എന്നെ വിജയശ്രീ ലാളിതനാക്കണം. ഏത് വിഷാദത്തിലും എന്നെ കൈപിടിച്ച് എനിക്ക് അഭയം നൽകണം. മാം പ്രപാഹി, മാം പ്രപാഹി. വിഷാദേ, ഏത് വിഷമഘട്ടത്തിലും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് താല്പര്യം. വിഷാദേ. പ്രമാദേ, പ്രമാദം എന്ന് പറഞ്ഞാൽ എൻ്റെ അശ്രദ്ധ. അശ്രദ്ധ കൊണ്ട് എനിക്ക് പല ആപത്തുകളും വരാം. ഉറങ്ങിക്കിടക്കുമ്പോൾ ആപത്തുകൾ സംഭവിക്കാം. അതുപോലെ ആളുകളോടുള്ളതായിട്ടുള്ള ബന്ധത്തിൽ കള്ളന്മാരെ നല്ലവരാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ പെരുമാറാം. അതിൽ നമുക്ക് വലിയ കഷ്ടനഷ്ടങ്ങളോ ജീവഹാനി വരെ സംഭവിക്കാം. അതും പ്രമാദമാണ്. ജാഗ്രത കുറവാണ് പ്രമാദം. അശ്രദ്ധ. അതുപോലെ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഏത് തൊഴിലെടുക്കുമ്പോഴും അബദ്ധം പറ്റാം. അല്ലേ? യന്ത്രസാമഗ്രികൾ കൊണ്ട് പണിയെടുക്കുന്നവർക്കൊരു അബദ്ധം പറ്റിയാൽ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. പല ഫാക്ടറികളിലും അങ്ങനെയുള്ള പല സംഭവങ്ങൾ, അത്യാഹിതങ്ങൾ സംഭവിച്ചത് നമുക്കറിയാം. പല ഉപകരണങ്ങൾ കൊണ്ട്, യന്ത്ര ഉപകരണങ്ങൾ കൊണ്ട് പെരുമാറുമ്പോൾ പല അബദ്ധങ്ങൾ സംഭവിക്കാം. എന്തിന്? അടുക്കളയിൽ കറിക്കത്തി കൊണ്ട് തന്നെ ധാരാളം മതി, അല്ലേ? പിന്നെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ടുള്ള പലതും ചെയ്യുമ്പോൾ സംഭവിക്കാം. അപ്പോൾ പ്രമാദം എന്നുള്ളത് നമ്മുടെ അശ്രദ്ധ കൊണ്ട്, ശ്രദ്ധക്കുറവ് കൊണ്ട്, നമ്മുടെ ആലസ്യം കൊണ്ട്, നമ്മുടെ ജാഗ്രത കുറവ് കൊണ്ട് സംഭവിക്കുന്നതായിട്ടുള്ള അബദ്ധങ്ങൾ, ദുരിതങ്ങൾ,
ക്ലേശങ്ങൾ, കഷ്ടങ്ങൾ, അതൊക്കെ തന്നെയാണ് പ്രമാദം. വണ്ടി ഓടിക്കുമ്പോൾ അശ്രദ്ധയുണ്ടായാൽ നിമിഷ നേരം കൊണ്ട് മറ്റുള്ളവർക്കും നമുക്കും ദുരിതം. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പലതും സംഭവിക്കാം. വളരെ വേഗത്തിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഒരു നിമിഷത്തെ പ്രമാദം, ഒരു കണ്ണടച്ച് തുറക്കുന്ന ഒരു പ്രമാദം മതി. അപ്പോൾ ആ ഇൻടോക്സിക്കേഷൻ എന്നൊക്കെ പറയാം പ്രമാദം എന്നുള്ള അവസ്ഥയ്ക്ക്. ഏതെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള ബുദ്ധിമാന്ദ്യം കൊണ്ട് എനിക്ക് പല അബദ്ധങ്ങളും സംഭവിക്കാം. അപ്പോഴൊക്കെ എൻ്റെ കൂടെ എൻ്റെ ബുദ്ധിക്ക് ജാഗ്രത നൽകി വേണ്ടതുപോലെ എന്നെ പ്രവർത്തിപ്പിക്കുവാൻ ശക്തി നൽകി അനുഗ്രഹിക്കണേ. അബദ്ധങ്ങൾ പിണയാതിരിക്കണേ, കൂടെ ഉണ്ടാവണേ എന്നാണ് ഇവിടെ മാം പ്രപാഹി, എനിക്ക് പ്രമാദം സംഭവിക്കാതിരിക്കണേ എന്ന്. ഇനി പ്രമാദം എന്നുള്ളത് ഏറ്റവും വലിയ പ്രമാദം എന്താണ്? നമ്മളെ തന്നെ മറന്നു തന്നെയാണ് ഏറ്റവും വലിയ പ്രമാദം. നമ്മൾ ആരാന്നേ നമുക്കറിയില്ല. നമ്മളെ തന്നെ മറന്നിരിക്കുകയാണ്. ആത്മവിസ്മൃതിയാണ് ഏറ്റവും വലിയ പ്രമാദം. ഞാൻ ആരെന്നറിയാതെ, സച്ചിദാനന്ദ സ്വരൂപമാണ്, ബ്രഹ്മമാണ് നമ്മുടെ സ്വരൂപമെന്നറിയാതെ ഈ ജഡമായിട്ടുള്ള ശരീരമോ അതിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഇന്ദ്രിയങ്ങളോ മനസ്സോ അതൊക്കെയാണ് ഞാനെന്നുള്ള തെറ്റിദ്ധാരണയാണ് പ്രമാദം. വേദാന്തത്തിലെ പ്രമാദം അതാണ്. ഞാൻ എന്നെ മറന്ന് ഞാനല്ലാത്തതിനെയൊക്കെ ഞാനെന്ന് ധരിക്കുന്നതാണ് പ്രമാദം. ഒരു തരത്തിലുള്ള ഭ്രമം, മോഹം. ഇത് നീക്കിത്തരണേ ദേവി എന്നും കൂടി പ്രാർത്ഥിക്കാം. പ്രമാദേ, എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധം തിരുത്തി എൻ്റെ സ്വരൂപത്തെക്കുറിച്ചിട്ടുള്ള ബോധം എനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണേ. ഞാനല്ലാത്തതിൽ ഞാനെന്ന ബുദ്ധി ഇപ്പോൾ ഉറച്ചു പോയിരിക്കണു. ഈ ദേഹാദികളിലുള്ള എൻ്റെ ആത്മബുദ്ധിയെ മാറ്റി സച്ചിദാനന്ദ സ്വരൂപമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നുള്ള ബോധം എന്നിൽ ഉറപ്പിച്ചു തന്നാലും, ആ പ്രമാദത്തിൽ നിന്ന് എന്നെ ഉണർത്തിയാലും, ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത എന്നൊക്കെ പറയുന്ന ഈ പ്രമാദത്തിൽ പെട്ടുകിടക്കുന്നവരെയാണ്. പ്രമാദോ വൈ മൃത്യുഹു, പ്രമാദം മരിച്ചതിന് തുല്യം തന്നെയാണ്. ഈ ആത്മവിസ്മൃതി എന്നുള്ളത് മരിച്ചതിന് തുല്യം തന്നെയാണെന്ന് സനത്കുമാര മഹർഷി സനൽ സുജാതീയത്തിൽ പറയുന്നു. പ്രമാദോ മൃത്യു, പ്രമാദോ വൈ മൃത്യു, പ്രമാദം തന്നെയാണ് മൃത്യു എന്ന്. അപ്പോൾ ഏറ്റവും വലിയ പ്രമാദം ആത്മവിസ്മൃതിയാണ്. അതിൽ നിന്ന് നമ്മെ ഉണർത്തി ബോധമുള്ളവരാക്കി തീർക്കട്ടെ ദേവി. പ്രവാസേ, പ്രവാസേ എന്ന് പറഞ്ഞാൽ പ്രവാസം. നമ്മുടെ ദേശം വിട്ടുകൊണ്ടുള്ള മറ്റൊരു ദേശത്ത്, പരദേശത്തുള്ള വാസമാണ് പ്രവാസം. സ്വന്തം ഗൃഹത്തിൽ നിന്നും, സ്വന്തം ഗ്രാമത്തിൽ നിന്നും, സ്വന്തം ദേശത്തു നിന്നും വിദൂര ദേശങ്ങളിലേക്ക് കാര്യങ്ങൾക്കായി കൊണ്ട് പോകേണ്ടി വരിക. ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി അന്യദേശങ്ങളിലേക്ക് അഭയം പ്രാപിക്കേണ്ടി വരിക. അവിടെ വാസ്തവത്തിൽ നമുക്ക് നല്ലൊരു വാസസ്ഥാനമോ നല്ലൊരു അഡ്രസ്സോ സ്വസ്ഥതയോ ഒന്നുമില്ല. തൽക്കാലത്തേക്ക് അവിടുന്ന് സമ്പാദിച്ചിട്ട് വേണം സ്വദേശത്തേക്ക് മടങ്ങി വരാൻ, എന്നിട്ട് സുഖമായി കഴിയാൻ എന്ന് കരുതിയിട്ടാണ് പലരും പ്രവാസം അനുഷ്ഠിക്കുന്നത്, അല്ലേ? മറ്റ് ദേശങ്ങളിൽ പോയി സമ്പാദിച്ച് തിരിച്ചു വന്ന് സ്വന്തം ഗൃഹത്തിൽ സുഖമായിരിക്കണം എന്നാണ് എല്ലാവരുടെയും ഒരു സങ്കല്പം. പക്ഷെ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥയിൽ വരാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് അഡ്വൈസ് ചെയ്യാൻ പറ്റിയത്. ഇവിടെയൊന്നും നമ്മൾ വീടും സ്ഥലമൊന്നും വാങ്ങിച്ചിടാതിരിക്കുകയാണ് നല്ലത്. തിരിച്ച് ഇവിടേക്ക് തന്നെ വരാമെന്ന് കരുതണ്ട.
എവിടെയാണെച്ചാൽ അവിടെ സെറ്റിലാവാൻ ശ്രമിക്കുക. അപ്പം അത് പ്രവാസമല്ലാതെയാവും, സ്വദേശമായി മാറും. കേരളം അത്രയ്ക്ക് മോശമായി കൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കുക. അപ്പോൾ പ്രവാസകാലത്തും ഞാൻ അന്യരുടെ കീഴിൽ അന്യരെ ആശ്രയിച്ചുകൊണ്ട് കഴിയുമ്പോൾ എനിക്ക് ആപത്തുകളൊന്നും വരാതെ എന്നെ രക്ഷിച്ചു കൊള്ളണേ ഭഗവതി എന്നാണ് പ്രവാസേ. ജലേച്ച ജലേ, ജലത്തിൽ സഞ്ചരിക്കുമ്പോഴും ജലാശയങ്ങളിൽ ഇറങ്ങി കുളിക്കുമ്പോഴും സ്നാനാദികൾ ചെയ്യുമ്പോഴും, അതുപോലെ പലപ്പോഴും ജലയാനങ്ങളിൽ സഞ്ചരിക്കേണ്ടി വരും നമുക്ക്. തോണിയിലും ചങ്ങാടത്തിലും കപ്പലിലും ബോട്ടിലും എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും ജലസഞ്ചാരം വേണ്ടി വരും, ജലാശയങ്ങളിൽ ഇറങ്ങേണ്ടി വരും. അതുപോലെ പ്രളയം മുതലായിട്ടുള്ള ജലം വന്ന് നമ്മളെ വിഴുങ്ങും. അപ്പം ഇങ്ങനെയുള്ള ജലത്തിൽ നിന്നുള്ളതായിട്ടുള്ള ഭയത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും ജലം കൊണ്ടുള്ളതായിട്ടുള്ള യാതൊരു പീഡയും എനിക്ക് ഉണ്ടാവരുത്. ഇതാണ് ജലേച്ച. അനലേ, അനലേ എന്ന് പറഞ്ഞാലോ അനലൻ അഗ്നിയാണ്. അപ്പോൾ അഗ്നിയിൽ നിന്നും എന്നെ രക്ഷിക്കണം. അഗ്നിബാധകളുണ്ടായി ആപത്തിൽപ്പെടാതെ എന്നെ രക്ഷിക്കണേ. എവിടെ പോയാലും അഗ്നിബാധയിൽ നിന്നൊന്നും അഗ്നിബാധയിൽ നിന്ന് എന്നെ രക്ഷിച്ച് സുരക്ഷിതനാക്കണം. അമ്മ തന്നെ വേണം. കൊച്ചുകുട്ടികൾ എങ്ങനെയാണോ അല്ലേ വെള്ളത്തിൽ കളിക്കുകയോ വെള്ളത്തിൽ വീഴാൻ പോവുകയോ, ഒരു ബക്കറ്റ് വെള്ളം മതി കൊച്ചുകുട്ടികൾ വീണ് അബദ്ധം പറ്റാൻ. അപ്പം അതിൽ നിന്നൊക്കെ അമ്മമാരെങ്ങനെയാണോ കൊച്ചുകുട്ടികളെ രക്ഷിക്കുക, അതുപോലെ അഗ്നിയിൽ നിന്നും വെള്ളത്തിൽ നിന്നുമെല്ലാം എന്നെ രക്ഷിക്കണേ അമ്മേ. ജലേച്ച അനലേച്ച പർവ്വതേ. ഇനി പർവ്വതങ്ങളിലൊക്കെ എനിക്ക് സഞ്ചരിക്കേണ്ടി വന്നാൽ ആ ദുർഗങ്ങളിൽ എന്നെ സഹായിക്കണേ. എനിക്ക് ക്ഷീണമില്ലാതെയും അതുപോലെ മറ്റ് ക്ലേശങ്ങളില്ലാതെയും മറ്റ് വന്യമൃഗങ്ങളുടെയും മറ്റും ബാധയില്ലാതെയും ശ്വാസതടസ്സമില്ലാതെയും മഞ്ഞുവീഴ്ചയില്ലാതെയും മേഘസ്ഫോടനമില്ലാതെയും എന്നെ പർവ്വതങ്ങളിലുള്ള യാത്രകളിൽ സഹായിക്കണേ, കൂടെ നിന്ന് രക്ഷിക്കണേ. പർവ്വതേ ശത്രുമധ്യേ. പലപ്പോഴും ഞാൻ അറിയാതെ എൻ്റെ ശത്രുക്കളുടെ മധ്യത്തിൽ പോയി പെട്ടുപോകും. അപ്പോൾ ആ ശത്രുമധ്യത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ. ശത്രുക്കൾ എന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് അമ്മ തന്നെ വന്ന് എന്നെ രക്ഷിക്കണേ. ശത്രുമധ്യേ അരണ്യേ. അരണ്യേ വനത്തിൽ സഞ്ചരിക്കുമ്പോഴും, അഥവാ ഞാൻ വനത്തിൽ വല്ല വാസം വേണ്ടി വന്നാൽ വനവാസകാലത്താണെങ്കിലും അല്ലെങ്കിൽ വനയാത്രകാലത്താണെങ്കിലും വന്യമൃഗങ്ങളിൽ നിന്നും മറ്റ് കഷ്ടനഷ്ടങ്ങളിൽ നിന്നും വിശപ്പ്, ദാഹം, ക്ഷീണം, വെയില്, മഴ, കാറ്റ്, മഞ്ഞ് മുതലായ ദുരിതങ്ങളിൽ നിന്നും എല്ലാം എന്നെ രക്ഷിക്കണേ. അമ്മയല്ലാതെ വേറൊരു ശരണം എനിക്കില്ല. അമ്മ മാത്രമാണ് ശരണ്യ. അതുകൊണ്ട് സദാ മാം പ്രപാഹി. ഞാൻ എവിടെ ഏതവസ്ഥയിലാണെങ്കിലും, അപ്പം ഇനി ഇതിൽ പറയാത്ത അവസ്ഥകളൊക്കെ കൂട്ടാം. ഞാൻ ഉണർന്നിരിക്കുമ്പോഴും, ഞാൻ സ്വപ്നം കാണുമ്പോഴും, ഞാൻ ഉറങ്ങുമ്പോഴും, ഞാൻ ഇരിക്കുമ്പോഴും, ഞാൻ കിടക്കുമ്പോഴും, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴും, നടക്കുമ്പോഴും, ഓടുമ്പോഴും, അല്ലേ, അങ്ങനെ എൻ്റെ ഏതെല്ലാം ഉത്തരവാദിത്വങ്ങൾ, കർമ്മങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, ഏത് വ്യവഹാരത്തിലും എപ്പോഴും എൻ്റെ കൂടെ ഇരുന്ന് എന്നെ രക്ഷിക്കണേ. എങ്ങനെയാണോ കൊച്ചു കുഞ്ഞുങ്ങളെ അമ്മ രക്ഷിക്കുന്നത്, അതുപോലെ എല്ലാ അവസ്ഥയിലും എന്നെ രക്ഷിക്കണേ. അമ്മ മാത്രമാണ് എനിക്ക് ഗതി. അമ്മ മാത്രമാണ് എനിക്ക് ഗതി. വിവാദേ വിഷാദേ പ്രമാദേ പ്രവാസേ ജലേ ജാനലേ പർവ്വതേ ശത്രുമധ്യേ അരണ്യേ ശരണ്യേ സദാ മാം പ്രപാഹി ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി.
ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. അടുത്ത ശ്ലോകം നാളെ കാണാം. ഇന്നിവിടെ നിൽക്കട്ടെ. ഒരു ശ്ലോകം കൂടിയുണ്ട്, നാളെ കാണാം. ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. അപ്പോൾ ഇന്ന് 4-ാം ഓണം, ചതയദിനം, നാരായണ ഗുരുജയന്തി, എല്ലാ ആശംസകളും. ഇന്നുകൂടി നമുക്ക് എന്താ പറയുക, മറ്റ് ക്ലാസ്സുകളില്ല. നാളെ തൊട്ട് ഭാഗവത ജ്ഞാനഗംഗ ആരംഭിക്കാം. സുന്ദരകാന്ഡം ബാക്കിയായതെന്ന് തുടങ്ങാം. വൈകുന്നേരം സുന്ദരകാന്ഡം, രാവിലെ 10:30 ഭാഗവത ജ്ഞാനഗംഗ. ആ യജ്ഞം തുടരാം നമുക്ക്. ഇന്ന് വരയ്ക്ക് ഓണം വെക്കേഷൻ, ഓണം ഹോളിഡേയ്സ്. എല്ലാവർക്കും വീടുകളിലൊക്കെ തിരക്കുകളുണ്ടെന്നറിയാം. ബന്ധുക്കളുടെ സമാഗമം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോക്ക്, അതൊന്നും മുടക്കണ്ട. പരസ്പരമുള്ള ബന്ധങ്ങൾ കളഞ്ഞു കുളിക്കണ്ട, ഇരിക്കട്ടെ. സ്നേഹബന്ധങ്ങളൊക്കെ എന്നും നിലനിർത്തേണ്ടത് തന്നെയാണ്. മമതയില്ലാതെ സ്നേഹിക്കുക, ആശ്രയിക്കാതെ സ്നേഹിക്കുക. ബന്ധുക്കളെയൊക്കെ നമ്മൾ അങ്ങോട്ട് സഹായിക്കാനുള്ള അവസരം ഉപയോഗിക്കുക. അങ്ങോട്ട് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക. അതാണ് ഈ സന്ദർഭങ്ങളിലൊക്കെ ചെയ്യേണ്ടത്. എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുക. ആരിൽ നിന്നും എന്ത് കിട്ടും എന്ന് ചിന്തിക്കാതിരിക്കുക. അങ്ങോട്ട് കൊടുക്കാൻ ഏതൊക്കെ അവസരമുണ്ടോ അതൊക്കെ ഉപയോഗിക്കുക, യഥാശക്തി ഉള്ളതിനനുസരിച്ച്. ഹരി ഓം. ഹരി ഓം. അപ്പോൾ നാളെ കാണാം വീണ്ടും. ഹരി ഓം.